കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ പങ്ക്തിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകമായിട്ടും വർദ്ധിച്ചു വരുന്ന ബംഗ്ലാദേശി സ്വദേശികളുടെ പ്രസൻസും അവർ ഉണ്ടാക്കുന്ന ക്രിമിനൽ കേസുകളുമാണ്. നമ്മൾ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ 1980കളിലും 90കളിലും നമ്മൾ രാഷ്ട്രീയമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ പോലും ശ്രീ ബാൽ താക്കറെ ജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ബംഗ്ലാദേശികൾ ബോംബെയിൽ വന്ന് താവളമടിക്കുകയും ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ധാരാളമായി മുഴുകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് അദ്ദേഹം അന്നേ നമുക്ക് നൽകിയിട്ടുണ്ടായി. എന്തുകൊണ്ട് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് യാതൊരു രേഖകളും ഇല്ലാതെ വരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബോർഡർ പലയിടത്തും വേലി പോലും ഇല്ല. നമ്മൾ വെറുതെ വരച്ചിട്ട ബോർഡറുകളാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതിൽ താമസിക്കുന്ന പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളാണ്. ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും പരസ്പരം ബന്ധുക്കളാണ്, വിവാഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അവിടെയും നമുക്ക് അവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം മറ്റു കാര്യങ്ങളുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതുമല്ല, ഒരിക്കലും ബംഗ്ലാദേശിനെ നമ്മളൊരു ശത്രു രാജ്യമായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. ഈ ഒരു അടുത്ത കാലം വരെ ബംഗ്ലാദേശ് നമ്മളുമായിട്ട് ഒരിക്കലും ഹോസ്റ്റൈൽ അല്ലായിരുന്നു. എങ്ങനെയായാലും ബംഗ്ലാദേശികൾ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ഗ്രീൻ പാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അവർ ഇന്ത്യയിലോട്ട് വരികയും കൽക്കട്ടയിൽ നിന്ന് മറ്റ് ഇന്ത്യൻ കോസ്മോപൊളിറ്റൻ സിറ്റികളിലോട്ട് കയറുകയും ചെയ്യുകയുണ്ടായി. 2000ന്റെ തുടക്കത്തിൽ അവർ കേരളത്തിലോട്ട് ഇരച്ചു കയറുകയും കേരളത്തിൽ ഉണ്ടാകുന്ന ഒട്ടനവധി റേപ്പ് ആൻഡ് മർഡർ ആൻഡ് തെഫ്റ്റ് കേസുകളിൽ ഇവരെല്ലാം ഉൾപ്പെടുകയും ചെയ്തു. ഇവർ കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് വളരെ കൂളായിട്ട് പിടിക്കപ്പെട്ടില്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് കടക്കുകയും നമ്മുടെ ഗവൺമെന്റിന് അവിടെയുള്ള കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാൻ ഉള്ള സംവിധാനം ഇല്ലായിരുന്നു. ഈ അവസരം മുതലെടുത്തിട്ടാണ് ഒട്ടനവധി കുറ്റകൃത്യങ്ങൾ നമ്മൾ തെളിയിക്കപ്പെട്ടതുകൊണ്ട്, തെളിയിക്കപ്പെടാത്ത ഒട്ടനവധി കേസുകൾ എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. പ്രതികൾ കേസിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പം നമ്മളെ ഗവൺമെന്റും കേരള സർക്കാരും മറ്റു സർക്കാരുകളും ഇന്ത്യയിലെ മറ്റു സർക്കാരുകളും ചെയ്യേണ്ടത് അതത് സംസ്ഥാനത്ത് താമസിക്കുന്ന ബംഗാളി ഭാഷ സംസാരിക്കുന്നവർ, ബംഗാളി ഭാഷയ്ക്കോ ബംഗാളി സംസ്കാരത്തിനോ ബംഗാളികൾക്കോ ഞാൻ എതിരല്ല, പക്ഷെ ബംഗാളി ഭാഷ സംസാരിക്കുന്നപ്പോൾ മറ്റാർക്കും അത് മനസ്സിലാകാറില്ല. ആ ഭാഷ സംസാരിക്കുന്നവരെ വളരെ പ്രത്യേകമായിട്ട് സ്ക്രീൻ ചെയ്ത് അതിൽ ഇന്ത്യക്കാരല്ലാത്ത ബംഗാളികളുണ്ടെങ്കിൽ, അതായത് ബംഗ്ലാദേശി ബംഗാളികളുണ്ടെങ്കിൽ അവരെ വളരെ സസൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുകയും രാജ്യത്തിന് പുറത്തെത്തിക്കുകയും രാജ്യത്തെ ക്രമസമാധാന നില വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ ഓരോ സർക്കാരിന് കടമയുണ്ട്. ഇക്കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് സർക്കാരുകൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.